നന്ദിനിയുടെ നാട്ടിലെ പ്രമാണി മൂർത്തി സാറിന്റെ മകൻ കിരണാണ് കേട്ടോ. വഴിയിൽ വെച്ച് കാർത്തുവിനെ തടഞ്ഞു നിർത്തി അപമര്യാദയിൽ പെരുമാറുന്നത്. കിരൺ പറയുന്നുണ്ട്, എടോ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ ആരുമില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും നിൽക്കാൻ. താൻ എന്തിനാണോ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നത്, എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കേണ്ട കാർത്തു. ഇത് കേൾക്കുമ്പോൾ കിരൺ അട്ടഹസിക്കാൻ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് നാട്ടിൽ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ പ്രേമിക്കുന്നത്, കണ്ടിട്ടല്ലേ സംസാരിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും കാർത്തു കിരൺ എന്ന് വിളിക്കുകയാണ്. എന്തോ അപ്പോൾ തനിക്കെന്റെ പേരൊക്കെ അറിയാം അല്ലേ? അപ്പോൾ കാർത്തു പറയുന്നത്, എനിക്ക് തന്റെ പേരും അറിയാം, തന്റെ വീടും അറിയാം. ഇത് കേൾക്കുന്ന കിരൺ, ആഹാ, എന്നാൽ നമുക്ക് എന്റെ വീട്ടിൽ കയറിയിട്ടൊന്ന് പോയാലോ? വീട്ടിലിപ്പോൾ ആരുമില്ല, അച്ഛനും അമ്മയും ഒക്കെ ഒരു ഫംഗ്ഷന് പോയിരിക്കുകയാണ്. അവര് വരുമ്പോൾ രാത്രിയാകും, അതുവരേക്കും നമുക്ക് എന്ന് പറഞ്ഞു തുടങ്ങാൻ കാർത്തു ഉടൻ തന്നെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ, എടി പെണ്ണെ, ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് നിന്നോട് പ്രേമമാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കാം. പിന്നെ അച്ഛനും അമ്മയും സമ്മതിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒളിച്ചോടാമെന്ന് ഞാൻ പറയില്ല. നിന്നെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു കമ്പം തോന്നി. അതിപ്പോൾ മാറ്റാൻ എന്താണ് ഒരു വഴി? അല്ല, നമുക്കൊരു കാര്യം ചെയ്താലോ? എടി മോളെ, ഒരു കോളേജ് ടൂറിന്റെ പേരും പറഞ്ഞ് നമുക്ക് 2-3 ദിവസം എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ? ചുമ്മാ വേണ്ടെന്നേ, നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എന്താ, നിനക്ക് ഫോൺ വേണോ? അതോ നമുക്ക് നല്ലൊരു സ്കൂട്ടർ എടുത്താലോ? അല്ല, അതും വേണ്ട, ഇനി ക്യാഷ് ആയിട്ട് മതിയെങ്കിൽ അതും ഞാൻ കയ്യിൽ വെച്ച് തരാം. എല്ലാം കേൾക്കുമ്പോൾ കാർത്തുവിന് സഹിക്കുന്നില്ല കേട്ടോ. അവൾ പറയുന്നുണ്ട്, തന്റെ കുടുംബത്തിന്റെ സംസ്കാരം വെച്ച് ഇനി മറ്റുള്ളവരെ കൂടി അളക്കരുത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ കിരൺ അട്ടഹസിക്കാൻ, എടി മോളെ, എന്റെ കുടുംബത്തിന്റെ സംസ്കാരം വെച്ചിട്ടല്ല, നിന്റെ കുടുംബത്തിന്റെ ശീലം വെച്ചിട്ടാണ് ഞാൻ അളന്നത്. അല്ല, നിന്റെ ചേച്ചി ഒരുത്തി ഉണ്ടല്ലോ, സിറ്റിയിലേക്ക് കല്യാണം കഴിച്ചു പോയ ഒരുത്തി, അവളെങ്ങനെയാണ് ഇത്രയും വലിയൊരു കുടുംബത്തിലെ കല്യാണം കഴിച്ചത്? അതിനു മുൻപ് അവൻ ഇവിടെ വന്നപ്പോൾ ചേച്ചിയും അനിയത്തിമാരും കൂടി മാറി മാറി സൽക്കരിച്ചിട്ടല്ലേ? ഇത് കേട്ടതും കാർത്തു എടാ എന്ന് പറഞ്ഞ് കിരണിന്റെ നേരെ കൈ ഓങ്ങാട്ടോ. മുഖത്ത് വീഴും മുൻപേ കിരണ കൈ പിടിച്ചു വെക്കുകയാണ്. കാർത്തു എത്ര പിടി വിടാൻ ശ്രമിച്ചിട്ട് അവളെ കൊണ്ട് കഴിയുന്നില്ല. അവൻ ആ പിടി മുറുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയാൻ, ഷോ മോളെ, എന്നെ തല്ലാനൊന്നും ഈ കൈക്ക് ബലം പോരാ. ചേച്ചി കാണിച്ച വഴിയിലെ കുറച്ച് പണം ഉണ്ടാക്കാമെന്ന് നീ വിചാരിച്ചാൽ എടി നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ എന്നൊക്കെ പറയാം. അപ്പോഴാണ് കേട്ടോ ഓപ്പോസിറ്റ് സൈഡിലൂടെ പിച്ചുവും കൂട്ടുകാരും സ്കൂൾ വിട്ട് നടന്നു വരുന്നത്. അവൾ ഈ കാഴ്ച കാണാനാണ് അയ്യോ ചേച്ചി എന്ന് പറഞ്ഞ് അവൾക്കാകെ വിഷമമാണ്. അങ്ങനെ കാർത്തുവിന്റെ അടുത്തേക്ക് പോകാൻ നിന്നു. കൂടെയുള്ള സഹോദരി പറയുന്നുണ്ട്, വേണ്ട പിച്ചു, നിൽക്കേ, അതാ കിരണ, അവനാള് പെശകാണ് എന്ന് പറയാൻ. അങ്ങോട്ടേക്ക് പോകല്ലേ എന്ന് പറയാൻ. അങ്ങനെ നിസ്സഹാവസ്ഥയിൽ അവൾ നോക്കി നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത്, ഏറെ നേരം കൈ പിടിച്ചതിന് ശേഷം കിരൺ കാർത്തുവിന്റെ കൈ വീരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീ ആലോചിച്ചിട്ട് പറ. ഇനി നോ ആണ് എന്ന് പറയുന്നത് ഞാനും എന്റെ കൂട്ടുകാരും ഏതെങ്കിലും ഒരു പാതിരാത്രിക്ക് നിന്റെ വീട്ടിൽ കയറി വന്ന് നിന്നെ അങ്ങ് പൊക്കും. അപ്പോൾ ചിലപ്പോൾ ടൂറിന്റെ ദിവസം ഈ പറഞ്ഞ പോലെ 1-2 ദിവസം ആകില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ കാത്തു ഛേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ പോട്ടെ മോളെ എന്നും പറഞ്ഞ് കിരണ് കാർത്തുവിനെ അടിമുടിയെ നോക്കിയിട്ട് അവിടെ ഇരുന്ന് ബൈക്കും എടുത്ത് പോവാൻ കേട്ടോ. കാർത്തു ആട്ടെ കൈ വേദനിച്ചിട്ട് കൈയും തടവിക്കൊണ്ട് വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ് കേട്ടോ. അവൾ വീട്ടിലെ ടേബിളൊക്കെ തുടച്ചിടുകയാണ്. ആ സമയത്താണ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് പിച്ചു അവിടെ ഓടിയെത്തുന്നത്. എന്താ മോളെ, എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. അത് നന്ദിനി ചേച്ചി കാർത്തു എന്ന് പറഞ്ഞിട്ട് അവൾ വഴിയിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദിനി. എന്റെ കൂട്ടുകാർ പറഞ്ഞത് അവരുടെ പേര് കിരൺ എന്നാണ്, ആള് പെശകാണ് എന്നാണ് പറഞ്ഞ ചേച്ചി. ഇനി കാത്തു ചേച്ചി വരുമ്പോൾ ചേച്ചി ചോദിച്ച് ബഹളം ഉണ്ടാക്കരുത്. ചേച്ചി ആകെ വിഷമിച്ച് നിൽക്കാൻ. ഇല്ല, ഞാൻ എന്തായാലും സൂര്യസാർ ഇവിടെ ഉള്ളപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ, സമാധാനമായിട്ട് ഞാൻ അവളോട് ചോദിച്ചോളാം, മോള് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയണ്ട നന്ദിനി. അങ്ങനെ പ്രിയങ്ക അകത്തേക്ക് പോവാണ്. ശേഷം കാണിക്കുന്നത് സൂര്യയും സുദേവനും കൂടിയും ആ നാടൊക്കെ ചുറ്റി കാണാൻ. സുദേവൻ അവിടെയുള്ള ഓരോ വിശേഷങ്ങളൊക്കെ സൂര്യക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴി നന്ദിനിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതേസമയമാകട്ടെ വഴിയിൽ കാണുന്നവരെയെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. മോള് വന്നിട്ടുണ്ട്, ഇത് മരുമകനാണ്, ആള് കോടീശ്വരനാണ്, വലിയ തിരക്കായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചെമ്പരത്തിക്കാവിലെ ഉത്സവം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത ആഗ്രഹം, അതുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ആണോ, എന്ത് ഭംഗിയാണ് നിന്റെ മരുമകനെ കാണാൻ, കണ്ടാൽ സിനിമാ നടൻ പോലെയുണ്ട്. മോളെ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൊമ്പം മീശയും ഒക്കെ വെച്ച് ദുഷ്ടമുഖമായിരിക്കുമെന്നാണ്. പക്ഷെ ഇത് നല്ല ഐശ്വര്യമുള്ള സുന്ദര മോനെ എന്നൊക്കെ പറയണ്ട ഓരോരുത്തര്. അങ്ങനെ സുദേവൻ നല്ല അഹങ്കാരത്തോടു കൂടി എല്ലാവരുടെയും മുന്നിലും മരുമകനെ പ്രസന്റ് ചെയ്യാൻ. അങ്ങനെ ഏറെ ദൂരം അവർ നടന്നതിന് ശേഷം സുദേവൻ പറയുന്നുണ്ട്, ഇനി കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോലെ ഒരു ചായക്കടയുണ്ട്, അവിടെ എല്ലാവരും ചായ കുടിക്കാനെത്തും. അവിടെ വെച്ച് മോനെ എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം, കൂടെ നമുക്കൊരു ചായ കുടിക്കാം, എന്താ പോയാലോ എന്ന് ചോദിക്കാണ്. അതിനെന്താ വെച്ചാൽ നമുക്ക് പോകാം എന്ന് സൂര്യ പറയാൻ കേട്ടോ. അങ്ങനെ രണ്ടുപേരും വീണ്ടും കൈയൊക്കെ വീശി അവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതേസമയം നന്ദിനിയാട്ടെ കാർത്തു വരുന്നത് വെയിറ്റ് ചെയ്ത് സിറ്റൗട്ടിൽ അങ്ങ് നിൽക്കാൻ കേട്ടോ. അങ്ങനെ കുറെ സമയത്തിന് ശേഷം കാർത്തു സൈക്കിളുമായി വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. നന്ദിനിയെ കണ്ടതും അവൾ വേഗം കണ്ണുനീരൊക്കെ തുടക്കാൻ. എന്നിട്ട് അവളുടെ അടുത്ത് പോയിട്ട് സൈക്കിളൊക്കെ അവിടെ ലാൻഡ് ചെയ്ത് വെക്കുകയാണ്. ശേഷം ചോദിക്കുക, എന്താ ചേച്ചി ഇവിടെ ഉമ്മറത്ത് തന്നെ നിൽക്കുന്നത്, സാർ എവിടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നതാണ്, സാറും അച്ഛനും കൂടി പുറത്തു പോയി ആണോ എന്ന് ചോദിച്ച് അവൾ അകത്തേക്ക് കടക്കാൻ. കാർത്തു എവിടെ ഒന്ന് നിന്നേ, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. വഴിയിൽ വെച്ച് ഇനി ആരോടാണ് സംസാരിച്ചത്, ആരാണ് അയാൾ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി അത് എന്ന് പറയാണ് കാർത്തു.
നിനക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ മോളെ എന്ന് ചോദിക്കുന്നു. എനിക്ക് അങ്ങനെ യാതൊരു കണക്ഷനും ഇല്ല ചേച്ചി. എന്റെ പിന്നാലെ നടന്ന് എന്നെ ശല്യപ്പെടുത്തുകയാണ് എന്ന് പറയാണ്ട കാർത്തു. ആരാണ് അവൻ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദി. ചെമ്പകശ്ശേരിയിലെ മൂർത്തിയില്ലേ, അയാളുടെ മകൻ കിരണാണ്. അയാളും അയാളുടെ കൂട്ടുകാരും ആള് കുഴപ്പക്കാരാണ്. കള്ളും കഞ്ചാവും എല്ലാം ഉണ്ട് എന്ന് പറയേണ്ട കാർത്തു. നിന്നെ അവൻ കൈക്ക് കയറി പിടിച്ചോ എന്ന് ചോദിക്കാൻ നന്ദി. അപ്പോൾ കാർത്തു അതെ എന്ന് പറയാണ്. എന്നിട്ട് അതിനുണ്ടായ സാഹചര്യം കാര്യങ്ങളെല്ലാം പറയാൻ കേട്ടോ. നന്ദിനിയെ കുറിച്ചും പിന്നീട് അവളോട് പറയുന്ന ഓരോ പ്ലാനിനെ കുറിച്ചും എല്ലാം പറയാൻ കേട്ടോ കാർത്തു വിശദമായിട്ട്. എല്ലാം കേട്ട ശേഷം നന്ദിനി ചോദിക്കുന്നത്, കുറെ നാളായി നിന്നെ ഇവൻ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, നിന്നെ എത്ര പ്രാവശ്യം ഞാൻ വിളിക്കാറുണ്ട്, എപ്പോഴെങ്കിലും നീ ഇങ്ങനെ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ കാർത്തു പറയുന്നത്, അത് പിന്നെ ചേച്ചി അവിടെ വല്ലാത്തൊരു അവസ്ഥയിൽ കുടുങ്ങി കിടക്കുകയല്ലേ, അതിന്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ. അപ്പോൾ നന്ദിനി ചോദിക്കുന്നത്, നിന്റെ കാര്യം എനിക്ക് അങ്ങനെയാണോ മോളെ? എന്തായാലും ശരി, നീ പോയി ഡ്രസ്സ് മാറ്റി, ഈ കാര്യം ഞാൻ പരിഹരിച്ചോളാം. അപ്പോൾ കാർത്തു പറയുന്നത്, ചേച്ചി ഇനി അതൊന്നും ചോദിക്കാൻ നിൽക്കണം, അവൻ ചിലപ്പോൾ എന്ന് പറയാണ്. നന്ദിനി പറയുന്നത്, നമ്മൾ ജനിച്ചു വളർന്ന നാടാണ് ഇത്. ഇവിടെ നമ്മൾ നേരാവണ്ണം മുഖത്ത് നോക്കാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയാണ് ഇത് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് നീ വിഷമിക്കാതിരിക്കും. സൂര്യ സാർ വന്നാൽ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നന്ദിനി പുറത്തു പോവാൻ. അതേസമയം സൂര്യയും സുദേവനും കൂടി ഒരുപാട് ദൂരം നടന്നതിന് ശേഷം ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്നുണ്ട് സുദേവൻ. അതിനു മുൻപ് മോനെ ഒരു കാര്യം, ചെമ്പരത്തിക്കാവിലെ ഉത്സവത്തിന് സമയത്ത് എന്റെ എല്ലാ നാട്ടുകാർക്കും ഞാൻ മോനെ പരിചയപ്പെടുത്തി കൊടുക്കും. ആ സമയത്ത് നിന്നെ ഞാനൊന്ന് ചേർത്ത് പിടിച്ചിരുന്ന് വരും. അതിൽ മോന് വിഷമമുണ്ടാകുമോ എന്ന് ചോദിക്കാൻ സൂര്യ പറയുന്നത്, എന്ത് ബുദ്ധിമുട്ട് അച്ഛൻ, അച്ഛൻ എന്നെ എങ്ങനെ വേണമെങ്കിലും പിടിച്ചു, ഞാൻ അച്ഛന്റെ മകൻ തന്നെയല്ലേ. അപ്പോൾ സുദേവൻ പറഞ്ഞു, എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് മോനെ, ഞങ്ങൾ ദരിദ്രവാസികളാണ്. പക്ഷെ എൻ്റെ 3 പെൺമക്കളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വിവാഹശേഷം എൻ്റെ വീട്ടിൽ ഇതുപോലെ ഓരോ ഉത്സവനും ആണ്ടിനുമൊക്കെ ഒത്തുചേർന്നിരുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും വട്ടം കൂടി ഭക്ഷണം കഴിക്കുന്നതൊക്കെ എനിക്ക് സ്വപ്നമായിരുന്നു. എല്ലാവർക്കും സൂര്യ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ തകർത്തു അല്ലേ അച്ഛാ? ഇല്ല മോനെ, അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഒരു വിചാരമില്ല, ഞാൻ സന്തോഷവാനാണ്, എൻ്റെ മോൾ പാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സൂര്യ പറയുന്നത്, എനിക്കറിയാം അച്ഛാ, നന്ദിനി നല്ല കുട്ടിയാണ്, എന്നെ പോലുള്ള ഒരാളൊന്നും അവൾക്ക് യോജിക്കില്ല. പക്ഷെ അച്ഛന് ഞാനൊരു ഉറപ്പ് തരാം, അവളെ ഞാൻ പൊന്നു പോലെ നോക്കും. അവളെ ആരെങ്കിലും അപകടപ്പെടുത്താൻ വന്നാൽ അവർക്ക് എതിരായി ഞാൻ നേരിടും, അവളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് നടക്കാൻ കേട്ടോ. ശേഷം കാണിക്കുന്നത് നന്ദിനി ആ മൂർത്തിയുടെ വീട്ടിലെത്താൻ കേട്ടോ. എന്നിട്ട് കിരണിനെ അന്വേഷിക്കുന്നുണ്ട്. നീ ആരാടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം. കിരണിനെ വിളിക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ കിരണിനെ വിളിക്കാണ്. അവൻ പുറത്തേക്ക് വരികയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് മൂർത്തി. നിങ്ങളുടെ മകൻ കിരണോ എൻ്റെ അനിയത്തിയെ സ്ഥിരമായിട്ട് റോഡിൽ വെച്ച് ശല്യം ചെയ്യാറുണ്ട്. അവൾ എൻ്റെ അനിയത്തിനോട് പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ കേൾക്കണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതേക്കുള്ള മൂർത്തി സാർ ചിരിക്കുകയാണ്. കൊച്ചു കുട്ടികളല്ലേ, അവർ ചിലപ്പോൾ സംസാരിച്ചിരിക്കും, കുറച്ചു നേരം കൂടെ നടന്നു മരിക്കും, അതൊക്കെ പ്രായത്തിൻ്റെതാണ് എന്ന് പറയേണ്ട അദ്ദേഹം. അപ്പൊ പിന്നിൽ നിന്നും അതെ എന്ന് പറഞ്ഞുകൊണ്ട് കിരണും അവിടെ എത്തുകയാണ്. കിരണിനെ കണ്ടതും നന്ദിനി സിറ്റൗട്ടിലേക്ക് കയറി അവന്റെ അടുത്ത് പോയിരുന്ന് ചോദിക്കുകയാണ്, നീ എൻ്റെ അനിയത്തിയോട് എന്താടാ പറഞ്ഞത്? 3 ദിവസം അവളെ ടൂർ പോകാമെന്നോ? നീ ആരാടാ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മൂർത്തി സാർ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. അതെ, ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അവനോട് ചോദിച്ചോളാം, അല്ലാതെ നിന്റെ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, സാർ, സാറ് ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരാളാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുമാണ്, എന്നിട്ട് എന്താ നല്ല ശീലങ്ങളൊന്നും മകനെ പഠിപ്പിക്കാത്തത്? ഇത് കേൾക്കുമ്പോൾ മൂർത്തി സാർ ചോദിക്കുന്നുണ്ട്, അവനെന്താ നിന്റെ പെങ്ങളെ കയറി പിടിച്ചോ അതോ നശിപ്പിച്ചോ? ഇത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ്. മകനെ മുന്നിൽ ചേർത്തി ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു അച്ഛനുണ്ടെങ്കിൽ ഇവൻ വഴിപിഴച്ചു പോയതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇത് കേൾക്കുമ്പോൾ കിരൺ, നിർത്തടി, നീ ആരുടെ എൻ്റെ അച്ഛനെ കുറ്റം പറയാൻ? നീ വലിയ കോടീശ്വരനെ വല വീശി പിടിച്ചിട്ട് അഹങ്കാരമുണ്ടെങ്കിൽ അത് നീ ഇവിടെ വന്ന് പറയണ്ട. എനിക്ക് ഈ നാട്ടിലെ ഏതൊരു പെണ്ണിനോടും എന്ത് താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും. ഇതെല്ലാം കേൾക്കുന്ന അച്ഛൻ അഭിമാനപൂർവ്വം ചിരിച്ചുകൊണ്ട് തലയാട്ടി നിൽക്കുകയാണ്. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങോട്ടേക്ക് ആരും കയറി വരണ്ട. അപ്പോൾ നന്ദിനി മൂർത്തിസാറുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, സർ, ഞാൻ ഇവിടെ വന്നത് മകൻ ഇങ്ങനെ കാണിച്ചതിന് ഒരു അച്ഛനോട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് നന്നാക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇതിപ്പോൾ മകൻ ഇങ്ങനെ തന്നെ വളരണമെന്ന് സാറിന് വലിയ നിർബന്ധമുള്ളതുപോലെ ഉണ്ടല്ലോ. എന്റെ മകൻ എങ്ങനെ വളരണം, എന്തൊക്കെ ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കും. അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്തവൻ ചെയ്താൽ ഞാൻ അതിൽ ഇടപെടില്ല. അപ്പോൾ നന്ദിനി ചോദിക്കുന്നത്, നാണമില്ലല്ലോ നിങ്ങൾക്ക്? ഈ നാട്ടിലെ എന്തൊരു പരിപാടി നടന്നാലും അവിടെ അധ്യക്ഷനായിട്ടോ ഉദ്ഘാടകനായിട്ടോ കയറി നിന്ന് ആളുകളെ നന്നാക്കുന്ന പ്രസംഗം നടത്താറുണ്ടല്ലോ. സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് പോരെ അതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ? നല്ലവന്റെ വേഷം കെട്ടി നടന്നാൽ പോരാ, മനസ്സ് നന്നാവണം. താൻ തന്റെ മകനെ എങ്ങനെ വേണമെങ്കിലും വളർത്തിക്കും, പക്ഷെ ഈ വൃത്തികെട്ട മൃഗത്തിനെ എന്റെ അനിയത്തിക്ക് നേരെ വഴിച്ചുവിട്ട് പിന്നെ എന്റെ ദേഹത്തിന് മീതെ തലയുണ്ടാക്കി അടുക്കളയിൽ കിടക്കുന്ന വാക്കത്തി എടുക്കാൻ അത് വീശാനും ഈ നന്ദിനിക്ക് ഒരു മടിയുമില്ല. കേട്ടോടോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാൻ കേട്ടോ. ഇതെല്ലാം കണ്ട് 2 പണിക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. സാറേ, ഇത് വേറെ ലെവലാണ്, ഇവൾ പറഞ്ഞാൽ പറഞ്ഞു തന്നെ ചെയ്യും കേട്ടോ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കാർത്തികേയന് ഒരു കോള് വരികയാണ്. അത് ഇതേ മൂർത്തി സാർ തന്നെയായിരുന്നു. എന്താ സാറേ, എന്തെങ്കിലും കാര്യമുണ്ടോ? ആളാരാന്നെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചുരുട്ടിക്കൂട്ടി സാറിന്റെ മുന്നിൽ തന്നെ കൊണ്ടുവയ്ക്കാം എന്ന് കാർത്തികേയൻ പറയാണ്. അപ്പോൾ മൂർത്തി സാറൻ പറയുന്നുണ്ട്, ആളെ നിനക്കറിയാം, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, നിന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച ആൾ തന്നെയാണ് ആ നന്ദിനി എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും കാർത്തികേയൻ ഇരച്ചു കയറുകയാണ് ദേഷ്യം. അവളാണോ? അവളുടെ കാര്യം സാർ എനിക്ക് വിട്ടേക്ക്. അവൾ സാറിന്റെ മാത്രം ശത്രുവല്ല, എന്നെ പോലെ പല ആളുകളുടെയും പൊതു ശത്രുവാണ് അവൾ. അതുകൊണ്ട് അവളുടെ കാര്യം നമുക്ക് ഒരുമിച്ച് തീരുമാനിക്കാം. വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കുക തന്നെ ചെയ്യാം.
ഈ കാര്യത്തിൽ ആരും നമ്മളെ ചോദ്യം ചെയ്യില്ല എന്നൊക്കെ പറയാം. മൂർത്തി സാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണൊരുത്തി എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. അവളെ എന്ത് ചെയ്യാൻ ചുമ്മാ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഓക്കെ സർ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് പറയാം. അങ്ങനെ ഫോൺ വെക്കുകയാണ്. ശേഷം കാണിക്കുന്നത് നന്ദിനി വീട്ടിൽ തിരിച്ചെത്തുകയാണ്. കാർത്തു ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ പിച്ചുവുമുണ്ട്. എന്തായി ചേച്ചി എന്ന് പറയുന്നുണ്ട്. നീ പേടിക്കാതെ മോളെ, ഇനി അവൻ എന്താ നിന്റെ പിന്നാലെ വരില്ല. നാളെയല്ലേ ഉത്സവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ ചേച്ചി, നാളെ നമുക്ക് എല്ലാവർക്കും കൂടി പൊളിക്കണം എന്നൊക്കെ പറയാട്ടോ പിച്ചു. അതെ എന്ന് പറയാട്ടോ നന്ദിനി. ഇത്തരം എന്താ സൂര്യ സാർ നമ്മളോടൊപ്പം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം സൂര്യക്കാകട്ടെ തലക്കൊക്കെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുക. അങ്ങനെ നന്ദിനി ചോദിക്കുന്നത് എന്താ സർ, എന്താണെന്ന് അറിയില്ല, തലക്കകത്തൊരു വല്ലായ്മ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുദേവൻ പറയുന്നുണ്ട്, മോളെ അത് മറ്റൊന്നുമല്ല, ഇന്ന് ഒരുപാട് സമയം വെയിലത്ത് ചുറ്റി കറങ്ങി നടന്നതല്ലേ, ചിലപ്പോൾ നീരിറങ്ങി അതിന്റെ പ്രശ്നമാകും എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്ന് എണ്ണ ഇട്ടൊന്ന് മസാജ് ചെയ്താൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. മോളെ നന്ദിനി, നീ സൂര്യ സാറിന്റെ തല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനി എണ്ണയൊക്കെ എടുത്തിട്ട് സൂര്യയുടെ തല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ. ഈ കാഴ്ച കാണുന്ന പിച്ചു പോയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇതേ കണ്ടോ, ചേച്ചി ഇതാ സൂര്യസാറിന്റെ തലയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു. അവരിപ്പോൾ നല്ല സ്നേഹത്തിലാണ് അല്ലേ അമ്മേ എന്നൊക്കെ പറയാൻ കേട്ടോ. അതെ എന്ന് പറഞ്ഞ് അവർക്ക് വാതിലിനടുത്ത് നിന്നും അത് കണ്ട് ആസ്വദിക്കാൻ കേട്ടോ. നന്ദിനി പറയുന്നുണ്ട്, നാളെയല്ലേ ഉത്സവം, അത് കഴിഞ്ഞ് സാർ എന്തായാലും മടങ്ങി പൊക്കോണം എന്ന് പറയാൻ. ഇല്ലെങ്കിൽ അത് പത്മ മാഡത്തിന് വലിയ വിഷമമാകും, പിന്നീട് അത് മതിയാകും അവിടുത്തെ പ്രശ്നത്തിന് എന്നൊക്കെ പറയാണ്. സൂര്യ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം, നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നത് പത്മ മാഡം ഒന്ന് കാണട്ടെടോ, അതല്ലേ നമുക്ക് വേണ്ടത്. അതൊക്കെ സാറിന് പറയാം, ഇതിനെല്ലാം പിന്നീട് അനുഭവിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരോരോ കൊച്ചു കൊച്ചു സംസാരങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കാൻ കേട്ടോ. അതേസമയം പത്മ കാർത്തികേയനെ വിളിക്കുന്നു. എന്തായി കാർത്തികേയ കാര്യങ്ങള്, നാളെയല്ലേ ഉത്സവം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ മേഡം, നാളെയാണ് ചെമ്പരത്തിക്കാവിലെ ഉത്സവം. ഞാനും കുറച്ച് ആളുകളും നന്ദിനിക്കെതിരെ നല്ലൊരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം അവൾ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല മേഡം എന്നൊക്കെ പറയാണ്. അപ്പോൾ പത്മ പറയുന്നത്, ഇത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കേൾക്കാൻ. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് പ്രതിസന്ധികൾ വന്നാലും അതിൽ നിന്നെല്ലാം തലയൂരാൻ അവൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവരുത്. നാളത്തെ ഉത്സവം കഴിഞ്ഞ് സൂര്യ മാത്രമേ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടുള്ളൂ. അത്ര മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ട് പത്മ ഫോൺ കട്ട് ചെയ്യാൻ.